എത്ര മണിക്ക് രാവിലെ എഴുന്നേക്കണമെങ്കിലും എഴുന്നേക്കേണ്ടതിന് ഒരു മണിക്കൂർ മുന്നേ അലാറം വെച്ചിട്ട് അത് സ്നൂസ് ചെയ്ത് പോകേണ്ട കാര്യത്തിന് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ എഴുന്നേക്കുന്ന ശീലമുണ്ടോ? രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ഫോൺ ഒന്ന് നോക്കി വാട്സപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചു, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എന്തൊക്കെ ന്യൂസ് ഉണ്ട്, യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലേ? ടോയ്ലറ്റിലേക്ക് ബ്രഷ് ചെയ്യാൻ പോകുമ്പോഴത്തേനും ഫോണും കൊണ്ട് പോകാറുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ശീലങ്ങൾ മാറ്റേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കിയാലോ. ഞാനിത് മാറ്റാൻ വേണ്ടി എല്ലാവരോടും നിർബന്ധമായി പറയല്ലോ കേട്ടോ. മാറ്റണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് നീതു ഡോണി. ഞാനൊരു നേഴ്സ് ആൻഡ് ലൈഫ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതെ, അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഫിക്സ് യുവർ മോർണിംഗ് യു ഫിക്സ് യുവർ ഡേ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാനും ഇതൊക്കെ അടുത്തിടയ്ക്കാണ് കേട്ട് തുടങ്ങിയത് കേട്ടോ. ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ അങ്ങ് തുടങ്ങാം. എൻ്റെ ലൈഫിലെ കാര്യം മറ്റ് എക്സാമ്പിളൊന്നും പിടിക്കണ്ടല്ലോ. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോർമലി ഇവിടെ ഞാനിപ്പോൾ UK സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് 7 മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേയ്സ് ഉള്ള ദിവസം 7 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫുഡൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഒരു 5:30ക്ക് എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ച്, എനിക്കിങ്ങനെ റഷ് ചെയ്ത് പോകുന്ന ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ ഞാൻ. അപ്പോൾ എന്നാലും ഒരു 5:30 ആകുമ്പോഴത്തേനും എനിക്ക് എഴുന്നേക്കണം. അപ്പോൾ ആ ഒരു എഴുന്നേക്കൽ 5:30ക്ക് തന്നെ എഴുന്നേക്കണമെങ്കിൽ ഞാൻ 5 മണിക്ക് അലാറം വെക്കും. എന്നിട്ടൊരു 3 പ്രാവശ്യം ഞാൻ സ്നൂസ് ചെയ്യും. സ്നൂസ് ചെയ്ത് താഴെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഫസ്റ്റ് ഞാൻ ഒബ്വിയസ്ലി നോക്കുക ഫോൺ തന്നെ ആയിരിക്കും. വാട്സപ്പ് നോക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് നോക്കും, താഴെ വന്നിരുന്ന് ചായ ഇട്ടിട്ട് ആ ചായയും കൊണ്ടിരുന്ന് വീണ്ടും ഒന്ന് ഫോൺ നോക്കും. ഇതായിരുന്നു കുറച്ച് നാൾ മുമ്പേ വരെയുള്ള എൻ്റെ ഒരു ഹാബിറ്റ്സ്. പക്ഷേ ഇതെനിക്ക് ചേഞ്ച് ചെയ്യാൻ തോന്നിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറേ നാളിനിടെ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, ഞാനൊരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഒരു 4 to 8 ഒരു ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡായി. എൻ്റെ ഒരു ദിവസത്തിൽ ഞാൻ ഒന്നും ചെയ്യാത്ത പോലെ ഒന്ന് നടക്കാൻ പോവുകയോ അല്ലെ പുറത്തോട്ട് ഇറങ്ങുകയോ ഫുൾ ടൈം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തന്നെ പോകുന്നു. രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും രാവിലത്തെ ഒരു സമയം എനിക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് പിള്ളേരുള്ളത് കൊണ്ട് പിന്നെ എനിക്ക് ഒന്നിനും സമയമില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇവരെയും വെച്ചുകൊണ്ട്. ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ, ഹസ്ബൻഡിൻ്റെ അടുത്ത് ദേഷ്യം, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്ത ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോഴാണ് പതിയെ എനിക്ക് ഇത് മാറ്റണം തോന്നിയത്. കാരണം ഞാനൊന്ന് രാവിലെ എഴുന്നേറ്റാൽ, ഞാൻ പല സ്ഥലത്തും നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നവരാണ് കുറേ പ്രൊഡക്റ്റീവാണ്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ഒക്കെ ലൈഫ് സ്റ്റോറി വായിച്ചാൽ അറിയാം, അവരൊക്കെ ഏർലി മോർണിംഗ് പേഴ്സൺസ് ആയിരിക്കും അല്ലേ. എന്ന് വെച്ച് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കാനൊന്നും കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്കും അതിലൊരു കൗതുകം തോന്നി, എന്തായിരിക്കും. പക്ഷെ നമുക്ക് ഒരു സുഖമല്ലേ രാവിലെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേനും കിട്ടുന്ന ആ സുഖം പിന്നെ എപ്പോഴെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അപ്പം ഞാനും ഓർത്തു, ഇത്ര മെനക്കെട്ടി രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് എന്തായിരിക്കും എല്ലാവരും ഈ ബെനഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പതിയെ ഒന്ന് ചേഞ്ച്. പക്ഷെ എന്നിട്ടും എൻ്റെ മനസ്സനുവദിച്ചില്ല. ഈ പറഞ്ഞതുപോലെ ഞാൻ കീപ്പ് ഓൺ സ്ലീപ്പിങ്ങിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞാണ് പതിയെ എനിക്കൊരു റീഡിങ് ഹാബിറ്റ്. ഞാൻ അങ്ങനെ റീഡിങ് അധികം വായിക്കുന്ന ഒരാളല്ല, നോവൽസ് ഒന്നും ഞാൻ വായിക്കാറില്ല. സെൽഫ് ഹെൽപ്പ് ബുക്സ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്സ്, എനിക്ക് അതാണ് കുറച്ചുകൂടെ വായിക്കാൻ ഇഷ്ടം. അതായത് എന്നോട് ഒരാൾ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ബുക്സ് എടുക്കുന്നതും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾ പോലും ഞാൻ ഒരു സ്ക്രിപ്റ്റും ചെയ്യാതെയാണ് എൻ്റെ ഈ വീഡിയോസ് എടുക്കാറ്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ആയ കാര്യങ്ങൾ എന്താണ് അത് മാത്രമാണ് ഞാനിവിടെ ടോപ്പിക്സ് ആയിട്ട് എടുക്കാറ്. ഞാൻ വായിച്ച 2 പുസ്തകമാണ് കേട്ടോ ഇതെനിക്ക് ഈ പറഞ്ഞതുപോലെ കുത്തിയിരുന്ന് വായിക്കാൻ ഇഷ്ടമുണ്ടായിട്ട് വായിച്ചതൊന്നുമല്ല. ഇത് വായിച്ചിട്ട് ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഒരു ക്യൂരിയോസിറ്റി തോന്നി. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബുക്ക്, ഹാൽ എൽറോഡിൻ്റെ മിറക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് കേട്ടോ ഇത്. രണ്ടാമത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ബുക്ക് തന്നെയാണ് റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്ന് പറയുന്നൊരു ബുക്കാണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഓൺ യുവർ മോർണിംഗ് എലിവേറ്റ് യുവർ ലൈഫ് എന്ന്. അതായത് മറ്റു ബുക്കിൽ എഴുതിയിരിക്കുന്നത് ദ 6 ഹാബിറ്റ്സ് ദാറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ ലൈഫ് ബിഫോർ 8 AM. അപ്പോൾ ഈ 8 മണി അല്ലെങ്കിൽ ഇതിലെല്ലാം പറയുന്നത് നമുക്ക് നമ്മുടെ മോർണിംഗിൻ്റെ മേലൊരു കൺട്രോൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസം തന്നെ ഡ്രമാറ്റിക്കലി ചേഞ്ച് ആവുമെന്ന്. ഇത് ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോഴത്തേനും ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാനുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പല വീഡിയോസും അല്ലെങ്കിൽ പല ആൾക്കാരും പറയുന്നതും കണക്ട് ആവാതെ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ടു ബി ഫ്രാങ്ക് ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയ ദിവസങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം കുറേയൊക്കെ നമ്മൾ പഴയ ആൾക്കാർ പറയുന്നതുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിലൊക്കെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത് അവരതൊരു വിശ്വാസമായിട്ട് നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ
പക്ഷെ അതിലൊക്കെ കുറേയൊക്കെ സയൻറ്റിഫിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു ഗ്രാൻഡ് മദർ ആ ഒരു ടൈം പീരീഡൊക്കെ ഞാൻ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ മിക്കവാറും വീട്ടിൽ കേൾക്കുന്ന നമ്മുടെ ഒരു ഫേമസ് സോങ് ഉണ്ടല്ലോ, കൗസല്യ സുപ്രജ. അത് അറിയാതെ തന്നെ നമ്മളിലേക്ക് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു പാട്ടാണ് ആ ഒരു കാം ആൻഡ് ക്വയറ്റ് മോർണിംഗ്സ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനും ട്രൈ ചെയ്ത് തുടങ്ങി. ഞാൻ രാവിലെ എഴുന്നേക്കുന്നു, ഈവൻ ഫോൺ സ്നൂസ് ചെയ്യില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് തന്നെ എഴുന്നേക്കുക. നിങ്ങൾക്ക് 5:30 എഴുന്നേക്കണ്ടേ? നിങ്ങൾ 5:15 അല്ലെങ്കിൽ 5:20 അലാറം വെച്ചാൽ മതി. കാരണം ആ ടൈം കാണുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സ്നൂസ് ചെയ്യാതെ എഴുന്നേറ്റ് പോകും. പക്ഷെ നമ്മൾ അലാറം മിസ്സായാലോ എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹാഫ് അവർ മുന്നേ അലാറം വെക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് അറിയാതെ പറയും, അരമണിക്കൂറും കൂടി ഉണ്ടല്ലോ, അതല്ലേ കിടക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് നൈറ്റിലേ നമ്മൾ അതിൻ്റെ ഐഡിയ, ഒരു കൺസെപ്റ്റ് നമ്മുടെ ബ്രെയിന് കൊടുക്കുക. ബിക്കോസ് നമ്മൾ നൈറ്റിൽ സ്ലീപ്പ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ എന്താണോ നമ്മുടെ ബ്രെയിനോട് പറയുന്നത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പം രാവിലെ ഇപ്പം 5:30 എഴുന്നേക്കണം, ഞാൻ എൻ്റെ ബ്രെയിനോട് ഇങ്ങനെ പറയണം 5:30 എനിക്ക് രാവിലെ എന്തായാലും നാളെ 5:30 എഴുന്നേക്കണം, എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണെന്ന് പറഞ്ഞാൽ ഞാനൊരു 5:25 അല്ലെ 5:20 അലാറം വെച്ച് എനിക്കറിയാം ഇനി എനിക്ക് സമയമില്ല ഉറങ്ങാൻ, ഞാൻ എഴുന്നേറ്റേ പറ്റുള്ളൂ എന്നുള്ളത്. പകരം ഞാനതൊരു 5 o'clock വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബ്രെയിൻ അറിയാം എനിക്ക് 5:30 എഴുന്നേറ്റാൽ മതി, ഇനിയും സമയം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നൊരു കാര്യം അതാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ എഴുന്നേക്കേണ്ടത് പതിയെ പതിയെ മുന്നോട്ടാക്കിക്കൊണ്ട് വരിക. ഇപ്പോൾ ഒരു 7 o'clock എഴുന്നേക്കുന്ന ആരാണ്, ഇപ്പോൾ പലർക്കും പല ഇതായിരിക്കും. ഡ്യൂട്ടിക്ക് പോകേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാഫ് അവർ കിട്ടാൻ വേണ്ടി നിങ്ങളൊരു ഹാഫ് അവർ മുന്നേ ആക്കുക. വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിൽ അവരുടെ മക്കളൊക്കെ എഴുന്നേക്കുന്നതിന് മുന്നേ അവർക്കായിട്ടൊരു സെൽഫ് ടൈം. ഒത്തിരി കഴിവുകളുള്ള അമ്മമാരുണ്ടെന്നേ, അതായത് ഡ്രോയിങ് ചെയ്യാനും പാട്ട് പാടാനും നല്ലപോലെ കുക്ക് ചെയ്യാനും ഒക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കതൊന്നും ചെയ്യാൻ പറ്റാത്തത് ശരിക്കും അവരുടെ സമയക്കുറവുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്കായിട്ട് ശരിക്കും, ഞാൻ 2 പിള്ളേരുടെ അമ്മയാണ്, അപ്പോൾ എനിക്കിത് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കായിട്ടുള്ള ആ ഒരു സമയം നമുക്ക് രാവിലെ കിട്ടുകയുള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ മോർണിംഗിൽ ചെയ്യേണ്ടത്. ആ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലുള്ളൂ നമ്മുടെ ലൈഫ് ഫിക്സ് ആവും എന്നുള്ളത് വളരെ നമുക്ക് പ്രൂവ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. ഇവൻ നമുക്ക് വേണമെങ്കിൽ ഒരു ചലഞ്ചായിട്ട് നമ്മുടെ ഹസ്ബൻഡിനോടോ അല്ലെ നമ്മുടെ കൂടെ ഉള്ളവരോടോ ഇനി ആരും വേണ്ട, സെൽഫായിട്ടൊരു ചലഞ്ച് വെച്ച് നോക്കിക്കോ, നമ്മളെ കൊണ്ട് പറ്റും. നമ്മുടെ ലൈഫ് ചേഞ്ച് ആയി തുടങ്ങും, നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്നൂസ് ചെയ്യാതിരിക്കുക. അതായത് ഒന്നും മാറ്റി വെക്കാതെ നമ്മൾ രാവിലെ ആ കറക്റ്റ് ടൈമിൽ നമ്മൾ എഴുന്നേക്കാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം, സ്റ്റാർട്ട് യുവർ ഡേ വിതൗട്ട് ഫോൺ. നമ്മൾ എഴുന്നേറ്റ് ഒരു ഹാഫ് അവറിലേക്ക് നമ്മൾ ഫോൺ നോക്കാതിരിക്കുക. ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട്സ് ഇൻ ദ ഫോൺ അല്ലേ. നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് തിങ് മോർണിംഗിൽ ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ സ്റ്റാറ്റസ് ആയിരിക്കാം നമ്മൾ കാണുന്നത്, ഇല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മെസ്സേജ് ആയിരിക്കാം കാണുന്നത്. ബൈ ആക്സിഡൻ്റലി നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്തപ്പോൾ നമുക്ക് സാഡ് ആവുന്നൊരു ന്യൂസ് ആയിരിക്കാം കേട്ടിട്ടുണ്ടാവുക. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മൈൻഡിൽ അത് കയറും. അന്നത്തെ ദിവസത്തെ മുഴുവൻ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. സോ ഫസ്റ്റ്ലി ഒരു ഹാഫ് അവർ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. സോ ആ ഒരു ഫസ്റ്റ് ഹാഫ് അവറിൽ നമ്മൾ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ മൈൻഡിലേക്ക് കേട്ടാതിരിക്കുക. പിന്നെ ഒരു 10 minutes നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. ഈ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പ്രേ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഇപ്പം കൊന്ത ചൊല്ലാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് ചൊല്ലുക, അല്ലെങ്കിൽ ഇപ്പം നാമം ജപിക്കാനുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പം ഒരു നിസ്കാരം ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുള്ള നിസ്കാരം, അത് മസ്റ്റ് ആയിട്ടുള്ളൊരു റിച്വലാണ് അല്ലേ. അത് ശരിക്കും ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെവിടെയാണെങ്കിലും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ആ ഒരു പ്രയർ. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതൊക്കെ ലൈഫിലേക്ക് ഭയങ്കര പോസിറ്റിവിറ്റി, നമ്മൾ ആ ഒരു ദൈവത്തോട് അടുക്കുന്ന ആ ഒരു ഇതൊക്കെ ഓരോ റിച്വലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് തന്നെ നമ്മുടെ ലൈഫ് നന്നാക്കാനാണ്. പക്ഷേ നമ്മളത് അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം നമ്മൾ ഉൾക്കൊണ്ട് അത് ചെയ്യുകയാണെങ്കിലാണ് നമുക്കത് നമ്മളിലേക്ക് പോസിറ്റിവിറ്റി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക. സോ എനിവേ, നമുക്ക് ആ ഫസ്റ്റ് 10 minutes സൈലൻ്റ് ആയിട്ടിരിക്കണമെങ്കിൽ അത് ചെയ്യുക, പ്രേ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, ഇനി മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് സ്വപ്നം കാണുന്നതിന് നമുക്ക് കാശ് ചിലവൊന്നും ഇല്ലല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് എന്താ, അതായത് നമുക്ക് നമ്മളെ കാണാൻ ഇഷ്ടമുള്ളിടത്തൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കേ. എംപ്റ്റി ആയിട്ടുള്ളൊരു വോളിലേക്ക് നോക്കി അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കേ. ശരിക്കും സാധിച്ചില്ലെങ്കിൽ അത് വോളിൽ കാണുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതൊന്ന് നോക്കുക. അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റാം, ഇതൊക്കെ ഒരു 2-3 minutes കാര്യമുള്ളൂ കേട്ടോ. അതത്രയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാം നമ്മുടെ ബോഡി. ഇപ്പം ഞാൻ ഒരുപാട് വാക്കിങ്ങിന് പോകാനൊന്നും പറയുന്നില്ല, ജസ്റ്റ് ചെറുതായിട്ട് നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമുക്ക് രാവിലെ ആ ഒരു ഹാഫ് അവർ കഴിയുമ്പം എന്തൊക്കെയോ നമുക്ക് വേണ്ടി ചെയ്തു എന്നൊരു ഫീല് നമുക്ക് കിട്ടും. ആ ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ
കംപ്ലീറ്റ്ലി ആ ബാക്കിയുള്ള ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങിയാൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ വേക്കപ്പ് ഇൻ യുവർ മോർണിംഗ്, യു ഓൺ യുവർ മോർണിംഗ് യു എലിവേറ്റ് യുവർ ലൈഫ് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ചേഞ്ച് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ദിവസമൊക്കെ ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ അവർക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയുന്നു, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അടിപൊളിയായിരിക്കട്ടെ രാവിലെ എഴുന്നേറ്റുകൊണ്ട്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.